വർഷം ആദ്യമായിട്ടാണ് അല്ലേ മംഗലം കളി വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നോ? നിങ്ങൾ ഏത് സ്കൂളാണ് പഠിച്ചേ? സെൻറ്റ് സെബാസ്റ്റ്യൻ എച്ച് പള്ളിത്തോട്, ആലപ്പുഴ. അവിടെ എത്ര ടീം ഉണ്ടായിരുന്നു മത്സരത്തിൽ? സബ് ജില്ലയിലാണോ? സബ് ജില്ലയിൽ 2 ടീമായിരുന്നു. ജില്ലയിൽ വന്നപ്പോൾ 8 ടീമുണ്ടായിരുന്നു. ഈ മംഗലം കളി കളിക്കാന്ന് പറഞ്ഞപ്പോൾ ആരാ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത്? ഇത് നമ്മൾ കലോത്സവത്തിൽ കൊണ്ടുപോകണം, ഇങ്ങനെ ഒരു ടീം കൊണ്ടുവരണം എന്ന് ആരാ ഇനിഷ്യേറ്റീവ് എടുത്തത്? ഞങ്ങൾ പണ്ട് മുതലേ നാടൻ പാട്ട് പാടുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർ തന്നെയാണ് നേതൃത്വം കൊടുത്തത്. പിന്നെ സംശയം തോന്നുമ്പോൾ ഒരു സാറ് ഉദയൻ കുണ്ടൻകുഴി എന്ന് പറഞ്ഞൊരു സാറുണ്ട്. ആ സാറിനെ ബന്ധപ്പെടുമായിരുന്നു. അങ്ങനെയാണ് ലിറിക്സൊക്കെ ഞങ്ങൾ എഴുതിയെടുത്തത്. പിന്നെ ടീച്ചറാണ് നേതൃത്വം കൊടുത്ത് ഞങ്ങളുടെ പഠിപ്പിച്ചത്. മെറീന ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചർ. ഈ മംഗലം കളി എന്ന് വെച്ചാൽ മറ്റു കലാരൂപങ്ങളിൽ നിന്ന് വ്യത്യാസമാണ് അല്ലേ? അതായത് മോഹിനിയാട്ടമായാലും ഇപ്പോൾ സംഘനൃത്തമായാലും ഒരു തീമുണ്ട് അല്ലേ? പക്ഷെ നിങ്ങളുടെ തീം വേറെ. നിങ്ങൾ സ്വയം ദേഹത്തെ അടിച്ചുകൊണ്ട് കളിക്കുന്ന കളിയല്ലേ? കൂടുതൽ കുനിഞ്ഞു നിന്നല്ലേ കളിക്കുന്നത്? അപ്പോൾ ഇത് ആദ്യമായിട്ട് കളിച്ചപ്പോൾ എന്തെങ്കിലും തോന്നിയിരുന്നോ? അതോ ഇതിനെപ്പറ്റി ഐതിഹ്യം നേരത്തെ അറിയായിരുന്നോ? ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പാലായിരുന്നു. പിന്നെ മെറിനടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കുനിഞ്ഞളിഞ്ഞപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കളിച്ചെന്തെങ്കിലും ശരിയായി. മംഗലം കളിയെ കുറിച്ച് കൂടുതൽ അഭിപ്രായം ആർക്ക് പറയാൻ പറ്റും? പിന്നെ ഒരു ചരിത്രമൊക്കെ നമുക്കറിയാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. ഇത് മംഗലകളി എന്ന് പറയുന്നത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ കളിച്ചു വരുന്നൊരു കളിയായിരുന്നു. മാവില്ലരും മലവേട്ടുവരും കളിക്കുന്ന ഒരു കളിയാണ്. അവർ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് വരുന്നതാണ്. താലികെട്ട് ചടങ്ങിലും കാതുകുത്ത് ചടങ്ങിലും ഒക്കെയാണ് ഇത് കളിച്ചു വരുന്നത്. തുളു ഭാഷയും പിന്നെ തമിഴ്, കന്നഡ ഇതിലൊക്കെ തന്നെയാണ് ഇത് പറയുന്നത്. കൃത്യമായിട്ടൊരു മലയാളമല്ല, മിക്സഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ മുതുകത്തടിച്ച് കളിക്കുന്ന പോലെ തന്നെ കാല് താഴെ മുട്ടിച്ച് അങ്ങനെയാണ് കളിക്കുന്നത്. കാല് അധികം പൊക്കത്തില്ല, ഇങ്ങനെ ഒരു മയത്തിൽ കളിക്കുന്ന കളിയാണിത്. അപ്പോൾ ഈ കലോത്സവത്തിൽ ഈ ഒരു കലാരൂപം വന്നതിൽ സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? വളരെ സന്തോഷമുണ്ട്.